കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 19ാമത്തെ വീഡിയോ ആണ് ഇത്. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാം ആളായ ക്രിസ്തുവിന് മനുഷ്യാവതാരം ചെയ്യണമെങ്കിൽ തികച്ചും പാപരഹിതയായ അമലോത്ഭവയായ ഒരു സ്ത്രീയുടെ സഹായം കൂടിയേ തീരുകയുള്ളൂ. ഈയൊരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അനാദിയിൽ തന്നെ മറിയം എന്ന സ്ത്രീയെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മറിയം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആദ്യ നിമിഷത്തിൽ തന്നെ ക്രിസ്തുവിന്റെ നിറവേറാൻ പോകുന്ന കുരിശുമരണത്തിന്റെ യോഗ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം അവളുടെ ഉത്ഭവപാപം ഒറിജിനൽ സിൻ ക്ഷമിച്ചു. ദൈവിക ജീവന്റെ നിറവ് അവൾക്ക് നൽകി. മറിയം തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ തന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവകൃപയോട് സഹകരിച്ചു. ദൈവത്തോടുള്ള സമർപ്പണത്തെ ആഴത്തിൽ തെരഞ്ഞെടുത്തു. തന്മൂലം ജീവിതത്തിൽ ഉടനീളം എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും ദൈവകൃപ അവളെ കാത്തുരക്ഷിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഈ പ്രഭാഷണ പരമ്പരയിലെ 18ാമത്തെ വീഡിയോയിൽ നമ്മൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഏറെ വിശദീകരിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ കാണുക, അതിനു ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. മറിയം അമലോത്ഭവയാണ്. അതായത് അമലോത്ഭവത്വം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നീ ആ സവിശേഷ അനുഗ്രഹം ദൈവം മറിയത്തിന് നൽകി. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുൻപിൽ ഒരു സംശയം ഉദിക്കും. പിന്നെ എന്തുകൊണ്ട് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിന് ശേഷം ദൈവം എല്ലാ മനുഷ്യർക്കും ഈ അമലോത്ഭവത്വം എന്ന കൃപ നൽകിയില്ല? ദൈവത്തിന് വേണമെങ്കിൽ എന്നെയും അമലോത്ഭവത്വം നൽകി സൃഷ്ടിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാനായിട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിന് ശേഷം ഒരു മനുഷ്യന് ദൈവത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, കൃപ ആണ് അമലോത്ഭവത്വം എന്ന് പറയുന്നത്. ഈ സവിശേഷ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി നൽകപ്പെടുന്നു. എന്നാൽ ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ഒരു വ്യക്തിയിൽ നിന്ന് അതിനനുസരിച്ചുള്ള പ്രത്യുത്തരവും ദൈവം പ്രതീക്ഷിക്കുന്നു. അതായത് ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാനായിട്ട് പാടില്ല. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും പാപം ചെയ്തു പോകും. റോമാലേഖനം 7-ാം അധ്യായത്തില് ഇതേക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുന്നുണ്ട്. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പരിശ്രമിച്ചാലും പാപത്തെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ദൈവം ഒരു വ്യക്തിക്ക് അമലോത്ഭവത്വം എന്ന കൃപ നൽകുകയാണെങ്കിൽ അയാള് തീരുമാനിക്കുന്ന പക്ഷം ഒരു പാപവും ചെയ്യാതിരിക്കുന്നതിനുള്ള കഴിവ് അയാൾക്കുണ്ട്. അതായത് ഇച്ഛിക്കുന്ന നന്മ അയാൾക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാതിരിക്കാനും അയാൾക്ക് സാധിക്കും. അപ്പോൾ അത്ര വലിയ ഒരു അനുഗ്രഹമാണ് ഈ അമലോത്ഭവത്വം, അല്ലെങ്കിൽ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം ദൈവം ഒരാൾക്ക് നൽകിയാൽ അതിനനുസരിച്ചുള്ള പ്രത്യുത്തരം അതും ദൈവം പ്രതീക്ഷിക്കും. യേശു പറയുന്നുണ്ട്, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതായത് അമലോത്ഭവത്വം എന്ന ആ കൃപ ദൈവം നൽകിയാൽ ആ വ്യക്തി പിന്നീട് ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ ഡിമാൻഡ്. അപ്പോൾ ഇക്കാരണത്താല് ഈ അമലോത്ഭവത്വം എന്ന് പറയുന്നത് അത് ലഭിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്
വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഈ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പ്രധാനമായിട്ടും എല്ലാ മനുഷ്യർക്കും അമലോത്ഭവത്വം എന്ന ഈ കൃപ നൽകാത്തത്. നമുക്ക് ആദത്തിന്റെയും ഹവ്വായിയുടെയും കാര്യത്തിലേക്ക് വരാം. ആദത്തിനും ഹവ്വായിക്കും അമലോത്ഭവത്വം, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നീ അനുഗ്രഹം നൽകപ്പെട്ടിരുന്നു. അതായത് പാപം ചെയ്യരുതെന്ന് അവര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാതിരിക്കാനുള്ള സാധ്യത അവർക്കുണ്ടായിരുന്നു, പ്രാപ്തി അവർക്കുണ്ടായിരുന്നു. വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുക എന്ന ആ നിർദ്ദേശവുമായി സാത്താൻ അവരെ സമീപിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം പരിഗണിച്ചാൽ യാതൊരുവിധ കഷ്ടപ്പാടുകളും പ്രലോഭനങ്ങളും ഇല്ലാത്ത ഒരു ലോകത്താണ് ആദമും ഹവ്വായും ജീവിച്ചിരുന്നത്. എന്നിട്ടും അവര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് തീരുമാനിച്ച് ദൈവകൽപ്പന ലംഘിച്ചു വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നു. ഇനി നമുക്ക് മാലാഖമാരുടെയും പിശാചുക്കളുടെയും മറ്റും കാര്യത്തിലേക്ക് വരാം. പിശാചുക്കളെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചതല്ല. ദൈവം നേരിട്ട് സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. മാലാഖമാര് ദൈവത്തോടൊത്ത് വസിച്ചിരുന്നവരാണ്. എന്നിട്ട് പോലും കുറച്ചധികം മാലാഖമാര് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള ആ സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞു പിശാചുക്കളായി മാറി. അപ്പോൾ ആദത്തിന്റെയും ഹവ്വായുടെയും അതുപോലെ മാലാഖമാരുടെയും കാര്യം നമ്മൾ പരിഗണിച്ചാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. അമലോത്ഭവത്വം എന്ന ആ സവിശേഷ അനുഗ്രഹം ദൈവം എല്ലാ മനുഷ്യർക്കും നൽകിയാൽ തീർച്ചയായും കുറച്ചധികം മനുഷ്യരെ ആ കൃപ നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ ഇത്ര ഉന്നതമായ ഒരു കൃപ ഒരു മനുഷ്യന് നൽകിയിട്ട് അയാൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത്യധികം ഗൗരവമേറിയ ഒരു പാപമാണ്. അപ്പോൾ ഈ അമലോത്ഭവത്വം നൽകപ്പെടുന്നതിൽ ഇത് സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത്രയ്ക്ക് വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇക്കാരണത്താലാണ്, ഈ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം പ്രധാനമായിട്ടും എല്ലാ മനുഷ്യർക്കും അമലോത്ഭവത്വം നൽകാത്തത്. ദൈവം തന്മൂലം തീരുമാനിച്ചത് എങ്ങനെയാണ്? ആദാമിക പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ എല്ലാവരും പങ്കുപറ്റട്ടെ. അങ്ങനെ പാപത്തെയും അതിന്റെ സുഖത്തെയും സന്തോഷത്തെയും ഒക്കെ രുചിച്ചറിഞ്ഞ ശേഷം പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയട്ടെ, കർത്താവിനായി തങ്ങളെ സമർപ്പിക്കട്ടെ. അതിനുശേഷം അവർക്ക് ദൈവിക ജീവനും മറ്റ് കൃപകളും നൽകാം. അപ്പോൾ ഈ അമലോത്ഭവത്വം നൽകുന്നതിലുള്ള റിസ്ക് ഒഴിവായി പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് യേശു മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ബലിയായി. യേശു ഒരുവൻ മാത്രമാണ് കുരിശുമരണം സഹിച്ചത്. ആ കുരിശുമരണത്തിന്റെ യോഗ്യതയാല് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ദൈവം നിരുപാധികം ക്ഷമിക്കുന്നു. അതായത് യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയിൽ, അതിന്റെ അനന്തരഫലത്തിൽ എല്ലാ ദൈവമക്കൾക്കും, അതായത് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുന്ന എല്ലാവർക്കും ദൈവം പങ്കു നൽകുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? അതിന്റെ കാരണം ഇതാണ്. ആദാമിക പാപത്തിന്റെ പരിണിത ഫലങ്ങളിലും എല്ലാ മനുഷ്യരും പങ്കുപറ്റുന്നു. അതായത് ആദാമിക പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ എല്ലാ മനുഷ്യരും പങ്കുപറ്റുന്നു എന്നുള്ളതിന്റെ മറുവശമാണ് യേശു ഒരുവന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഇക്കാരണത്താല് എല്ലാ മനുഷ്യരും ആദാമിക പാപത്തിന്റെ പരിണിത ഫലങ്ങളിൽ പങ്കുപറ്റിയേ മതിയാവുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് തികച്ചും ഒഴിവാക്കാനാവാത്ത ഒരു അനിവാര്യത എന്ന നിലയിൽ മറിയത്തിന് ഈ അമലോത്ഭവത്വം എന്നുള്ള ആ സവിശേഷ കൃപ നൽകി അവളെ മാത്രം മേൽപ്പറഞ്ഞ ആ പൊതുതത്വത്തിൽ നിന്ന് ദൈവം ഒഴിവാക്കി എന്നേയുള്ളൂ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു, ആദവും ഹവ്വായും ആദ്യപാപത്തിന് മുമ്പ് ജീവിച്ചിരുന്നത് പ്രലോഭനങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും ഇല്ലാത്ത ഒരു ലോകത്താണ്. എന്നിട്ട് പോലും അവർക്ക് ലഭിച്ച അമലോത്ഭവത്വം, ആ കൃപ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മറിയം ജീവിച്ചതാകട്ടെ നിരവധി കഷ്ടതകളും പാപപ്രലോഭനങ്ങളും ഒക്കെ ഉള്ള ഒരു ലോകത്തിലും. വാസ്തവത്തില് ഈ അമലോത്ഭവത്വം എന്ന കൃപ നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യത ആദത്തെയും ഹവ്വായേക്കായാലും കൂടുതൽ ഉള്ളത് മറിയത്തിന്റെ കാര്യത്തിലാണ്. എന്നിട്ടും മറിയം ആ കൃപ നഷ്ടപ്പെടുത്തിയില്ല. അവൾക്ക് അമലോത്ഭവത്വം എന്ന കൃപ ദൈവം നൽകി. തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ ഉടനീളം മറിയം ആ കൃപയോട് സഹകരിച്ചു
ജീവിതത്തിൽ മുഴുവൻ പാപരഹിതയായി കഴിഞ്ഞു. അങ്ങനെ മറിയം രക്ഷകനെ ലോകത്തിന് നൽകുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ മറിയത്തിന്റെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കേണ്ടത്.